മംഗളവാർത്ത 2-ാം വ്യാഴം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 67 മുതൽ 79 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സക്രിയയുടെ പ്രവചനഗീതം. 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷം തന്റെ നാവിന്റെ കെട്ടഴിഞ്ഞപ്പോൾ സക്രിയസ് ആദ്യം ഉച്ചരിക്കുന്ന വാക്കുകളാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. ഇസ്രായേലിന്റെ മോചനത്തിനായി ഉടമ്പടി പ്രകാരവും പ്രവാചകരുടെ അധരങ്ങളുടെയും ശ്രവിച്ച സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെടുന്ന ദാവീദിന്റെ വംശത്തിൽ നിന്നും ഇറങ്ങി വരുന്ന തലമുറകളായി ജനം കാത്തിരുന്ന രക്ഷകനെ കുറിച്ചുള്ള സക്രിയയുടെ ഈ വാക്കുകൾ ഒരു പ്രവചനമായിട്ടാണ് സുവിശേഷകൻ എഴുതി വെച്ചിട്ടുള്ളത്. ഭൗതിക ശത്രുക്കളിൽ നിന്നുള്ള മോചനമല്ല, പരിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന് മുമ്പിൽ വ്യാപരിക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുകയാണ് രക്ഷകന്റെ ആഗമന ലക്ഷ്യം എന്ന തിരിച്ചറിവ് ഈ പ്രവചന ഗീതത്തിലുണ്ട്. ഈ കുഞ്ഞ് ആരായിത്തീരും എന്ന സംശയത്തിനും ആത്മരക്ഷ നേടിത്തരുന്ന ആ രക്ഷകന് വഴിയൊരുക്കാനുള്ള കുഞ്ഞാണ് തന്നിൽ നിന്ന് പിറവി വീണ മകൻ എന്ന ഉത്തരം പരിശുദ്ധാത്മാവ് സക്രിയയ്ക്ക് നൽകിയിട്ടുണ്ട്. ദൈവത്തിന്റെ ഭൂമിയിലേക്കുള്ള ഈ സന്ദർശനം അത് സ്വീകരിക്കുന്നവരുടെ നിലപാടിനനുസരിച്ച് ഒരേ സമയം രക്ഷയ്ക്കും ശിക്ഷയ്ക്കും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും.